നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും കേശൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി 1 കിലോ മാങ്ങ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ 1 കിലോ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പം ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 10-15 വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഇപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പിരിയം മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പിരിയം മുളക് പൊടിയും സാദാ മുളക് പൊടിയും സമാസമം ചേർത്ത് കൊടുക്കണം. 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടി, 1 ടീസ്പൂൺ കടുക് പൊടിച്ചതും കൂടെ ചേർത്ത് നമുക്ക് തീ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കടുക് വറുത്തിട്ട് പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത് കേട്ടോ. കടുക് പൊടിച്ചതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് അടച്ചു വെക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് നാളിത് കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.